يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ ആരും ദുരന്തങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കാറുമില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദുരന്തങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ദുനിയാവിൽ അവൻ നേരിടുന്ന ഏതേതു ദുരന്തങ്ങളുണ്ടോ അതിലധികവും തന്നെ ആ ദുരന്തങ്ങളിൽ നിന്ന് കരകയറാനും രക്ഷപ്പെടാനും ഒക്കെ അനേകം വഴികളും സാധ്യതകളും അവൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പരലോകത്ത് നമ്മുടെ ജീവിതം ദുരന്തപൂർണമാണ് എങ്കിൽ അവിടെ കരകയറാനുള്ള മാർഗം എന്നുള്ളത് ആ സമയത്ത് അന്വേഷിക്കാൻ സാധ്യമല്ല, അന്വേഷിച്ചോട്ടോ കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഒരാളും തന്നെ സഹായിക്കാനുണ്ടാവുകയില്ല. ഇവിടെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും നിലക്കുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സഹായത്തിന് ആളുകളുണ്ട്. ശാരീരികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായി ട്രീറ്റ്മെന്റുകൾ നടത്താൻ ഇന്നിവിടെ സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ മനുഷ്യനെ വെലിഞ്ഞുമുറക്കുമ്പോൾ സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, ശാന്തിയുടെ സംസാരങ്ങൾ നൽകാൻ നമുക്ക് സുഹൃത്തു വലയങ്ങളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. പക്ഷേ നാളെ പാരത്രിക ലോകത്ത് അവിടെ പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഒരാളുടെയും സഹായം ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. രണ്ടാം അധ്യായം സൂറത്തു ബഖറയിലെ 48-ാമത്തെ വചനം. വത്തഖൂ യൗമൻ, നീ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ആ ദിവസം. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരാളിൽ നിന്നും ശുപാർശ സ്വീകരിക്കുകയില്ല. എൻ്റെ ആളാണ്, എനിക്കറിയുന്ന ആളാണ്, ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് എന്നിത്യാദി ശുപാർശയുടെ വർത്തമാനങ്ങൾ അവിടെ വിലപ്പോകുകയില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, അതേപോലെ തന്നെ അവിടെ യാതൊരു നിലക്കുമുള്ള സഹായങ്ങളോ ഒന്നും അവിടെ തന്നെ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ രക്ഷപ്പെടണമെങ്കിൽ വിശ്വാസിയായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. വിശ്വാസം ക്ലിയർ ആണോ, അവന്റെ വിശ്വാസത്തിൽ
പോരായ്മകളില്ലാതെ അത്രമാത്രം ക്ലിയർ ആണ് എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. എന്തു വേണം അതിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമയെ ഭൂമിയിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ആ മാർഗനിർദ്ദേശം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ, നമ്മളത് മുറുകെ പിടിക്കുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, പരലോകത്തെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ. ആദം ഹവ്വ ദമ്പതികളോട് അതേപോലെ തന്നെ ശൈത്താനോടും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അല്ലാഹു പറയാണ്, ഫഇമ്മാ യഅതി അന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിന്നിലേക്ക് വന്നെത്തുമ്പോൾ, ഫമൻ തബിഅ ഹുദായ, ആര് ആ സന്മാർഗത്തെ മുറുകെ പിടിക്കുന്നുവോ, അത് അനുധാവനം ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ പേടിക്കേണ്ടതില്ല, അവൻ ദുഃഖിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ വല്ലദീന കഫറൂ, ആ വേദഗ്രന്ഥത്തെ അല്ലെങ്കിൽ ആ സന്ദേശത്തെ കളവാക്കുന്ന ആളുകൾ, വകദ്ദബൂ ബി ആയാതിനാ, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും കുഫറിന്റെ സംസാരങ്ങൾ അതല്ലെങ്കിൽ കുഫറിന്റെ വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടാനുള്ള മാർഗം പഠിപ്പിച്ചു തന്നത് ഓരോ പ്രവാചകന്മാരിലൂടെ സന്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് കൈമാറുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, അതേപോലെ തന്നെ തൗറാത്തിലൂടെ, ഇഞ്ചീലിലൂടെ, സബൂറിലൂടെ അതത് കാലഘട്ടത്തിലേക്കുള്ള സമൂഹത്തിന് കൃത്യമായ ദിവ്യ സന്ദേശങ്ങളുമായിട്ട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ ഹുദയെ ആര് മുറുകെ പിടിക്കുന്നുവോ അവന് പേടിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല, അവൻ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല, പരലോകത്ത് അവൻ വിരൽ കടിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതിനെന്തു വേണം? എന്താണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം? എന്താണ് ഓരോ അമ്പിയാക്കന്മാരും കടന്നു വന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ വിശ്വാസികളാകണമെന്നുള്ളതാണ്, കറകളഞ്ഞ വിശ്വാസം ഉണ്ടാകണമെന്നുള്ളതാണ്. വിശ്വാസത്തിൽ യാതൊരു നിലക്കുള്ള പോരായ്മകളും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അവിടെയാണ് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ അറിവുള്ളവനാകണമെന്നുള്ളതാണ്. എന്തിനെ കുറിച്ച്? അല്ലാഹുവിനെ കുറിച്ച്, മഅരിഫത്തുല്ലാ, റബ്ബിനെ കുറിച്ച് അറിവുണ്ടാകണം. വമഅരിഫത്തു നബിയിഹി, അവന്റെ പ്രവാചകനെ കുറിച്ച് അറിവുണ്ടാവണം. വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, അതേപോലെ തന്നെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിവുണ്ടാകണം. എവിടെയെങ്കിലും കേട്ടുകേൾവികളല്ല ഉണ്ടാകേണ്ടത്, ആരെങ്കിലും പറഞ്ഞ വർത്തമാനങ്ങളല്ല ഉണ്ടാകേണ്ടത്. നേരെ മറിച്ച് തെളിവോടുകൂടി അവൻ റബ്ബിനെ അറിയണം, തെളിവോടുകൂടി പ്രവാചകനെ പഠിക്കണം, തെളിവോടുകൂടി ഇസ്ലാം ദീനിനെ പഠിക്കണം. എന്നിട്ടോ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് മാത്രം ഉണ്ടായാൽ ഒരാൾ വിശ്വാസിയാകുന്നില്ല. അതിന്റെ രണ്ടാമത്തെ ഘട്ടം അൽ അമലു ബിഹി, അതുകൊണ്ട് നീ അറിഞ്ഞ റബ്ബിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ദീനിനെ കുറിച്ച് നീ അറിഞ്ഞ കാര്യങ്ങളുണ്ടോ അത് അനുസരിച്ച് നീ അമൽ ചെയ്യണം. അതേപോലെ തന്നെ വദ്ദഅവതു ഇലൈഹി, നീ അറിഞ്ഞ, നീ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അങ്ങനെ ക്ഷണിക്കുമ്പോൾ നാലാമത്തത് സ്വാഭാവികമായിട്ടുണ്ടാകും കുത്തുവാക്കുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരിഹാസങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. അവിടെ അസ്സബ്റു അലൽ അദാ ഫീഹി, ആ ദഅവത്തിലേക്ക്, ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ നിനക്ക് നേരിടുന്ന എന്തെന്തു പ്രശ്നങ്ങളുണ്ടോ അതിൽ നീ ക്ഷമ അവലംബിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതിലൊന്നാമത്തത് അറിവുണ്ടാകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എല്ലാതും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഏറ്റവും ഒന്നാമത്തേത് അറിവുണ്ടാകണം. അതിൽ തന്നെ ഒന്നാമത്തത് റബ്ബിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അറിവുണ്ടോ? ആരാണ് റബ്ബെന്ന ചോദ്യത്തിന്റെ നമ്മുടെ ഉത്തരം എന്താണ്? എന്നെ സൃഷ്ടിച്ചവനാണ് റബ്ബ്, എനിക്കെല്ലാം നൽകുന്നവനാണ് റബ്ബ് എന്നതിലപ്പുറം റബ്ബിനെ പരിചയപ്പെടാൻ, അള്ളാഹുവിനെ പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയോട് അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യരെ, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ മൽ ഉസൂലു സലാസത്തി ലത്തി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹാ, ഒരു മനുഷ്യൻ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട 3 അറിവുകൾ എന്ത് എന്ന് നിന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ ഫഖുൽ, നീ പറയണം, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, തന്റെ അടിമ തന്റെ റബ്ബിനെ കുറിച്ച് അറിയലാണ്, വദീനഹു, അവന്റെ ദീനിനെ കുറിച്ച് അറിയലാണ്, വനബിയഹു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അറിയലാണ് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട വളരെ അനിവാര്യമായിട്ടുള്ള അറിവ് എന്ന് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ
ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അത് ഇൽമും അതേപോലെ തന്നെ അമലും ദഅവത്തും അതിൽ ക്ഷമിക്കലും, ഈ 4 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ സൂക്തത്തിൽ അല്ലാഹു കൊണ്ടുവന്നു. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. വഅമിലുസ് സാലിഹാത്ത്, ആ വിശ്വാസം കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, അതേപോലെ തന്നെ ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും ആളുകളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ഇമാം ശാഫിഈ റഹിമഹുല്ലാ ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലൗ തദബ്ബറന്നാസു ഹാദിഹി സൂറ ലവസിഅതുഹും, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുതന്നെ ധാരാളമാണ് ദീനിനെ കുറിച്ച് മനുഷ്യന് പഠിക്കാൻ എന്നുള്ളതാണ്. അതായത് സൂറത്തു അസ്ർ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയത് എങ്കിൽ അതു തന്നെ മതി മുസ്ലിമായി കൊണ്ട് ഒരു മനുഷ്യന് ഈ ഭൂലോകത്ത് ജീവിക്കാനെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകും, റബ്ബാരാണ് എന്ന് പഠിച്ചാൽ പോരെ, അള്ളാഹുവാണ് എനിക്കെല്ലാം നൽകുന്നത് എന്നുള്ള പ്രാഥമികമായ അറിവ് മാത്രം എനിക്ക് ഉണ്ടായ പോരെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, അവിടെയാണ് എന്തിന് ഞാൻ റബ്ബിനെ കുറിച്ച് ആഴമേറി പഠിക്കുന്നു എന്നുള്ള ചോദ്യം നാളെ ഖബറിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വെക്കാനുള്ളതാണ്. അതിൽ സംശയമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഖബറിലേക്ക് വെക്കാനുള്ളതാണ്. അവിടെ ഖബറിലേക്ക് വെച്ച് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും അവിടുന്ന് 3 പിടി മണ്ണും വാരിയിട്ട് ഖബർ മൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ 2 മലക്കുകൾ വരും. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്നുള്ളതാണ്. അത് അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞു പഠിച്ചാൽ ഒരിക്കലും മറുപടി പറയാൻ സാധ്യമല്ല. റബ്ബിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് കൊണ്ട് മാത്രം ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നേരെ മറിച്ച് എന്റെ റബ്ബാരാണ് എന്ന് ഈ ലോകത്ത് നിന്ന് കൃത്യമായി കൊണ്ട് സംശയലേശമന്യെ പഠിക്കുകയും ആ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് മൻ റബ്ബുക എന്നുള്ള ചോദ്യത്തിന് റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ലാ അദ്രി, എനിക്കറിയില്ല എന്നായിരിക്കും അവൻ അവിടെ വെച്ച് മറുപടി പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാണ് നമ്മുടെ റബ്ബ്? ആ റബ്ബിനെ കണ്ടെത്താൻ, നമ്മുടെ ജീവിതം കൊണ്ട് റബ്ബിനെ കണ്ടെത്താൻ പ്രിയമുള്ളവരെ ഇന്നവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ദിവസവും നിർബന്ധമായും 17 തവണ ഉച്ചരിക്കുന്ന ആയത്തിലൂടെ ആ റബ്ബിനെ നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. പക്ഷേ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിനാകുന്നു സർവസ്തുതിയുമെന്ന് ദിവസവും 17 തവണ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ലോകങ്ങളുടെ രക്ഷിതാവ് ആരാണ് എന്ന് കണ്ടെത്താൻ, പ്രിയമുള്ളവരെ പഠിക്കാൻ, ആഴമേറിയ പഠനം റബ്ബിനെ കുറിച്ച് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെ പഠിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിക്കുകയാണ് എങ്കിൽ റബ്ബിനെ കണ്ടെത്താൻ കഴിയും, അള്ളാഹുവിനെ പഠിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഈ ആയത്ത് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല, ഇത് ഓതാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിൽ ഒരുപക്ഷേ നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ആയത്തായിരിക്കാം, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അവർ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിച്ചത് എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒട്ടകത്തെ നാം എങ്ങനെ സൃഷ്ടിച്ചു? പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഒട്ടകത്തിന്റെ കണ്ണുകൾ അല്ലാഹു ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമുക്കറിയാം, മണലാരണ്യത്തിലാണ് സുലഭമായി അത് കാണുന്നത്. ഒട്ടകത്തെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്റെ മുന്നിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പ്രവാസ ജീവിതം നയിച്ചവരായിരിക്കാം, അതല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കാം. പ്രിയമുള്ളവരെ, അവിടെ വെച്ച് നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒട്ടകത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ആ ഒട്ടകത്തെ കാണുമ്പോൾ അതിലൂടെ റബ്ബിനെ കണ്ടെത്താൻ നമ്മൾ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? റബ്ബിനെ കണ്ടെത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഒട്ടകത്തിന് അവിടുന്ന് ആഞ്ഞടിക്കുന്ന മണൽക്കാറ്റുകൾ, ആ മണൽക്കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ ഓരോ മൃഗങ്ങളും അത് അതിന്റെ മാളങ്ങളിലേക്ക് ഒളിക്കുമ്പോൾ സുന്ദരമായിട്ട് മരുഭൂമിയിലൂടെ ഒട്ടകം നടന്നു നീങ്ങുന്നുണ്ട്. കാരണം അതിന് 2 കൺപോളകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിന് പുറമെ മൂന്നാമതായി ഒരു ലെയർ കൂടി അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിങ്ങ് അടച്ചുപിടിച്ച് ആ 2 കൺപോളകൾ തന്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്ക് വരുന്ന ആ മണൽത്തരിയെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആന്റെ ചോദ്യം എന്താണ്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടക
ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിച്ചത് എന്ന് പ്രിയമുള്ളവരെ നോക്കിയാൽ നമുക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. തീർന്നില്ല, ഒട്ടകത്തിന്റെ ചെവി ശക്തമായ മണൽക്കാറ്റടിക്കുമ്പോഴും ആ ചെവി തുറന്നു തന്നെയാണുള്ളത്. പക്ഷേ ആ രോമനിബിഡമായിട്ടുള്ള ആ ചെവിയിലേക്ക് ഒരു മണൽത്തരി പോലും കയറാതെ അവിടെ കൃത്യമായ പ്രൊട്ടക്ഷൻ തീർക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം അവിടെയും പ്രസക്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒട്ടകത്തിന്റെ കാലുകൾ നോക്കൂ നിങ്ങൾ, മറ്റു ജീവികളിൽ നിന്ന് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നീളമുള്ള കാലുകളാണ് ഒട്ടകത്തിനുള്ളത്. എന്തുകൊണ്ട്? ശക്തമായ മണലാരണ്യത്തിൽ നിന്ന് ചൂട് മുകളിലേക്ക് അടിക്കുമ്പോൾ ചെറിയ കാലുകൾ നൽകിയാൽ ശരീരത്തിന് വല്ലാതെ ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നീളമുള്ള കാലുകൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചൂടിൽ നിന്ന് ഒട്ടകത്തെ സംരക്ഷിക്കുകയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ എപ്രകാരമാണ് നാം അതിനെ സൃഷ്ടിച്ചത്? അത്ഭുതമുണ്ട് പ്രിയമുള്ളവരെ. ഇങ്ങനെ ഓരോന്നിലേക്ക് നോക്കുമ്പോൾ റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് മനസ്സിലാക്കാനും റബ്ബിനെ പഠിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. തീർന്നില്ല, അതിന്റെ വെള്ളം എന്നുള്ളത് നോക്കൂ നിങ്ങൾ, ഒട്ടകം എന്നുള്ളത് എപ്പോഴും മൂത്രമൊഴിക്കുന്ന ഒരു ജീവിയല്ല. നേരെ മറിച്ച് മൂത്രമൊഴിക്കുകയാണ് എങ്കിൽ വളരെ കുറച്ചു മാത്രമാണ് അത് മൂത്രമൊഴിക്കുന്നത് എന്നുള്ളതാണ്. അതും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിരന്തരമായി അധ്വാനിക്കുന്ന ഒരു ഒട്ടകമാണ് എങ്കിൽ, ജോലി ചെയ്യുന്ന ഒരു ഒട്ടകമാണ് എങ്കിൽ 10 ദിവസം കൂടുമ്പോൾ മാത്രം അതിന് വെള്ളം കിട്ടിയാൽ മതി. അതല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത വെള്ളം അത് മാസങ്ങളോളം അതിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒട്ടകം വെള്ളം കുടിക്കുകയാണ് എങ്കിൽ 3 മിനിറ്റിൽ 200 ലിറ്റർ വെള്ളം അതിന് കുടിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, അത് കുടിച്ച് വയറ് നിറഞ്ഞാൽ പിന്നീടുള്ള വെള്ളം അതൊരു കൊഴുപ്പായിട്ട് അതിന്റെ പൂഞ്ഞയിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ ചോദ്യം എന്താണ്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ എപ്രകാരമാണ് നാം അതിനെ സൃഷ്ടിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ഓരോ ജീവികളിലേക്കും നമ്മൾ കണ്ണെത്തിക്കുകയാണ് എങ്കിൽ റബ്ബിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ റബ്ബിന്റെ ആ ഒരു സൃഷ്ടി വൈഭവം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായ ആശയങ്ങളായി നിങ്ങളെ കാതുകളിൽ കേട്ട് നിങ്ങളെ ഹൃദയത്തിലേക്ക് എടുക്കുന്നുണ്ട് എങ്കിൽ ആ കഴിവ് നൽകിയത് ആരാണ്? ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒന്നും അറിയാതെ ഈ ലോകത്തേക്ക് പിറന്നു വീണവരായിരുന്നു നമ്മൾ. പക്ഷേ നമ്മുടെ പഠന കാലഘട്ടത്തിൽ ഒരു അധ്യാപകൻ ബോർഡിൽ എഴുതുമ്പോൾ അത് കൃത്യമായി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിവ് നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ റബ്ബിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും, റബ്ബിനെ നമുക്ക് പഠിക്കാൻ കഴിയും, റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഫിർഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫമാ റബ്ബുകുമാ യാ മൂസ, മൂസ നിന്റെ റബ്ബാരാണ് എന്ന ചോദ്യത്തിന് മൂസ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നോക്കൂ നിങ്ങൾ, ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ് എന്ന്. ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രകൃതം നൽകിയിട്ട് അതിന് വഴി കാണിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയണം. ആഴമേറിയ പഠനങ്ങൾ റബ്ബിനെ കുറിച്ച് നടത്താൻ പ്രിയമുള്ളവരെ നമ്മുടെ തുച്ഛമായ ഈ ഭൗതിക ലോകത്ത് നമ്മൾ സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. ആരോടും ചോദിക്കാതെ സുന്ദരമായ ശരീരം നൽകിയിട്ട്, സുന്ദരമായ ഒരു കുടുംബത്തിലെ ഒരംഗമായിട്ട്, നല്ലൊരു ഇമേജ് നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മളെ പടച്ചു വിട്ടിട്ടുണ്ട് എങ്കിൽ ആ റബ്ബിനെ പഠിക്കാൻ ഒരൽപ്പസമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ചേ പറ്റൂ. എന്തിനു വേണ്ടി? നാളെ ഖബറിലെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി റബ്ബേ നിന്നെ പഠിക്കുകയും നിന്നെ അനുസരിക്കുകയും ചെയ്ത അടിമയാണെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് സുന്ദരമായി നമുക്ക് നടന്നു നീങ്ങാൻ. പ്രിയമുള്ളവരെ, റബ്ബിനെ പഠിച്ചാൽ നേട്ടങ്ങൾ എമ്പാടുമാണ്. റബ്ബിനെ പഠിച്ചാൽ നേട്ടങ്ങൾ എമ്പാടുമാണ്. ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ അവനുണ്ടാകും കാവലായിട്ട് എന്നുള്ളതാണ്. ഏതു പ്രതിസന്ധി നിന്റെ ജീവിതത്തിലുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കാവലുണ്ടാകും. റബ്ബിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായ നോക്കൂ നിങ്ങൾ, മൂസ നബി അലൈഹിസ്സലാമയും തന്നിൽ വിശ്വസിച്ച ആളുകളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവിടുന്ന് മുന്നിൽ സമുദ്രം, പിന്നിൽ ഫിർഔനും കൂട്ടരും. അല്ലേ, ഒരു ഉറപ്പാണ്, കൊല്ലുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ നിലക്കെത്തുമ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ അകപ്പെട്ടിരിക്കും, ഇനി രക്ഷയില്ല. മുന്നിൽ സമുദ്ര, പിന്നിൽ ഫിർഔനും കൂട്ടരും. ഉറപ്പാണ് ഫിർഔനെ കൊല്ലും. ആ സമയത്ത് റബ്ബിനെ പഠിച്ച, അല്ലാഹുവിനെ മനസ്സിലാക്കിയ മൂസ നബി അലൈഹിസ്സലാം പതറിയില്ല. കല്ല, അല്ലട്ടോ, ഇന്ന മഅ റബ്ബി സയഹ്ദീൻ,
എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന്. പ്രിയമുള്ളവരെ, ആ സമുദ്രം രണ്ടായി പിളർന്നു എന്നുള്ളത് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. മൂസ നബി അലൈഹി ഇസ്ലാമയും സംഘവും രക്ഷപ്പെട്ടു. എന്തേ? എനിക്കെന്റെ റബ്ബുണ്ട് എന്ന കൃത്യമായ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം എങ്ങനെ കിട്ടി? പ്രിയമുള്ളവരെ, റബ്ബിനെ കുറിച്ച് പഠിച്ചപ്പോൾ, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടെത്തിയിട്ടുണ്ടോ? എനിക്ക് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, ദന്നൂൻ പ്രവാചകൻ, അവിടുന്ന് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലാണ് അകപ്പെട്ടത്. ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത് 2-3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ അവിടുന്നും തന്റെ റബ്ബിനെ മനസ്സിലാക്കിയ പഠിച്ച യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമികളുടെ കൂട്ടത്തിലായി പോയി എന്ന് അവിടുന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും, പ്രിയമുള്ളവരെ, ഒരു കേടുപാടുകളുമില്ലാതെ, അതല്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടാതെ അവിടുന്ന് പുറം ലോകത്തേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം വന്നു എന്നുള്ളത് പഠിച്ചവരാണ് നമ്മൾ. എങ്ങനെ പ്രിയമുള്ളവരെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു? ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നൊരു റബ്ബുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. തീർന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെ കൊല്ലാൻ വേണ്ടി എല്ലാവിധ ആസൂത്രണങ്ങളും നടത്തിയപ്പോൾ ഹിജ്റ പോവുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അവിടുന്ന് സൗർ എന്ന ഗുഹയിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നുണ്ട്, ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരെ, നമ്മൾ അകപ്പെട്ടിട്ടുണ്ട്, ശത്രുക്കളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. അവിടെ പറയുന്ന ഒരു മറുപടിയുണ്ട്, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മോടൊപ്പമുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസമായിരുന്നു ആ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത്. എന്താണ്? ഏതു പ്രതിസന്ധിയിലും എന്നെ സഹായിക്കുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവരെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോൾ എനിക്കെന്റെ റബ്ബുണ്ട് എന്ന സധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും പല ആളുകളും തന്റെ ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും ആളുകളുടെ മുമ്പിലാണ് ഇറക്കി വെക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായി ഇങ്ങനെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്, കുടുംബപരമായി ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ആളുകളുടെ മുമ്പിലാണ് ഇറക്കി വെക്കുന്നത്. അതല്ല പ്രിയമുള്ളവരെ, അവർക്കൊക്കെ പരിഹാരങ്ങൾ നൽകാൻ വളരെ കുറച്ചു മാത്രമേ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരം നൽകാൻ കഴിയുന്നവൻ റബ്ബാണ്. ആദ്യം റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പ്രതിസന്ധികൾ പറയാൻ, അവനോട് ആവലാദികൾ പങ്കിടാൻ, ആ റബ്ബുമായി നമ്മുടെ പ്രയാസങ്ങൾ പങ്കിടാൻ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, റബ്ബ് സഹായിക്കും. ആ നിലക്ക് അള്ളാഹുവിനെ പഠിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെക്കുക. അള്ളാഹുവിനെ പഠിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതെമ്പാടുമാണ്. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്ത് ലിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ വളരെ കുറച്ചു മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ആവശ്യങ്ങൾ മാത്രമേ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചിട്ടാവുകയില്ല നമുക്ക് കിട്ടിയ പല സുഖ സൗകര്യങ്ങളും. റബ്ബിനോട് ചോദിക്കാതെ തന്നെ എമ്പാടും സുഖ സൗകര്യങ്ങൾ ജീവിതത്തിൽ ആസ്വദിക്കുന്നവരാണ് നമ്മൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. പക്ഷേ ആ റബ്ബിനെ സ്തുതിക്കാനും ആ റബ്ബിനെ മനസ്സിലാക്കാനും നമ്മൾ എത്രമാത്രം നമ്മൾ സമയം കണ്ടെത്താറുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രതിസന്ധികളിൽ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത്, നമ്മൾ റബ്ബിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻ മാത, ആരെങ്കിലും മരിക്കുകയാണ് എങ്കിൽ, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് അറിഞ്ഞിട്ടാണ്, പഠിച്ചിട്ടാണ് ഒരുവൻ മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. എനിക്ക് ആരാധിക്കാൻ അള്ളാഹു മാത്രമാണുള്ളത്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന കൃത്യമായ തൗഹീദ്, റബ്ബിനെ കുറിച്ചുള്ള ആ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ചുള്ള അറിവ് ഒരുത്തൻ കരസ്ഥമാക്കി അതനുസരിച്ച് ജീവിച്ചിട്ടാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്. ജീവിതത്തിൽ ഏതേതു പാപങ്ങൾ സംഭവിച്ചാലും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ തയ്യാറുണ്ടോ? റബ്ബിനോട് പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹു പുറത്തു തരും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ എല്ലാവരും വിശ്വാസികളെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം, നിങ്ങൾ വിജയിച്ചേക്കാമെന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത. പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് നമ്മളെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ തയ്യാറാണ് എങ്കിൽ അള്ളാഹ് പുറത്തു തരുമെന്നുള്ളതാണ്. അതിനെന്തു വേണം? ആരാണ് റബ്ബെന്ന് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ എന്നെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിശ്വാസം ക്ലിയർ ആയിരിക്കണം. അതല്ലാതെ ജീവിതത്തിൽ ശിർക്കുകളുള്ള ഒരു മനുഷ്യൻ എത്ര തന്നെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അവന്റെ റഹ്മത്ത് കൊണ്ട് ഒരു പക്ഷേ പുറത്തു തന്നു വരാം. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, അവൻ തൗബ ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കുകയും വേണം. അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നുണ്ട് എങ്കിൽ, ജാറങ്ങളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ, അവരോട് സങ്കടങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ, മന്ത്രിച്ചൂതി ചരട് അരയിലും കഴുത്തിലുമൊക്കെ കെട്ടുന്നുണ്ട് എങ്കിൽ, അതിലാണ് അവൻ തവക്കുൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, എനിക്കിത് കെട്ടിയത് കൊണ്ട് ഒരു അപകടവും വരികയില്ല. യാത്ര ചെയ്യുമ്പോൾ ഒരു ജാറത്തിന്റെ മുമ്പിൽ 10 രൂപ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ യാത്ര ഈ ഖബറിലുള്ള ആള് നോക്കിക്കോളുമെന്നുള്ള വിശ്വാസമാണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ ശിർക്ക് വെച്ച് പുലർത്തി എന്നുള്ളതാണ്. അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നുള്ളത് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനത്തവൻ 5 വക്ത് അള്ളാഹുവിന്റെ ഭവനത്തിൽ കയറിയിട്ട് റബ്ബിനോട് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. നേരെ മറിച്ച് തൗഹീദ് എന്താണെന്ന് പഠിച്ച് ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും മാറി കൃത്യമായ മുവഹിദായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതേതു പാപങ്ങളുണ്ടോ റബ്ബ് പുറത്തു തരും. വ്യഭിചരിച്ചിട്ടുണ്ടോ, അള്ളാഹ് പുറത്തു തരുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. സഹാബാക്കളുടെ ചരിത്രങ്ങൾ, പ്രിയമുള്ളവരെ, അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, ഒരാളെ കൊന്നിട്ടുള്ള കൊലപാതകിയാണോ, നിനക്ക് മാപ്പുണ്ട് ഇസ്ലാമിലെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ നിന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടോ, നിന്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കുകയില്ല, മുസ്ലിമായതിന് ശേഷമല്ലാതെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നാലാമത്തത്, അള്ളാഹുവിൻ ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള ഭയം നമുക്കുണ്ടാകണം. അള്ളാഹു എനിക്കെല്ലാ പാപങ്ങളും പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. എന്റെ ജീവിതത്തിൽ തോന്നിവാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ന്യൂനതകൾ ഉണ്ടായി കഴിഞ്ഞാൽ, പോരായ്മകൾ ഉണ്ടായി കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ വെച്ചേക്കില്ല എന്ന കൃത്യമായ ബോധ്യവും പേടിയും നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയാണ്. ശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെയുണ്ട്, ഭാര്യയും കരഞ്ഞു. എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ശുദ്ധ ഖുർആന്റെ ഒരായത്തെത്തിയപ്പോ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നരകത്തിന്റെ മുമ്പിലെത്താത്തവരായി ആരും തന്നെയില്ല. ഇത് അല്ലാഹുവിന്റെ നടപ്പിലാക്കുന്ന ഗണ്ഡിതമായ തീരുമാനമാണ്. നരകത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദം നബി മുതൽ ഈ ലോകത്ത് അവസാനം ജനിച്ചു മരിക്കുന്ന മനുഷ്യൻ വരെ നരകത്തിന്റെ മുമ്പിലെത്തും.
അള്ളാഹുവിന്റെ നടപ്പിലാക്കുന്ന ഖണ്ഡിതമായ തീരുമാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ച ആളുകളാരോ, മുത്തഖികളായി കൊണ്ട് ജീവിച്ച ആളുകളാരോ. ആരാ മുത്തഖി? മുഅ്മിനായിട്ടുള്ള, അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അവർ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വയുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഈ ആയത്ത് കേട്ട് മഹാനായ സ്വഹാബി കരയുകയാണ്, തന്റെ ഭാര്യയും കരയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് ഒരു റമളാനിലെങ്കിലും ഖത്മ് തീർക്കുമ്പോൾ ഓതാത്തവരായി നമ്മളിൽ ആരുമില്ല. പക്ഷേ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മളെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആന്റെ ഏത് ആയത്താണ് നമ്മൾ പിടിച്ചു കുലുക്കിയിട്ടുള്ളത്? വിശുദ്ധ ഖുർആന്റെ ഏത് ആയത്താണ് നമ്മൾക്കൊരു നന്മ ചെയ്യാൻ പ്രചോദനമായിട്ടുള്ളത്? സ്വഹാബാക്കൾക്ക് അവർക്ക് എടുത്തു പറയാൻ ആയത്തുകൾ ഉണ്ടായിരുന്നു. ഇന്ന ആയത്തുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു, ഇന്ന ആയത്തുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു, ഇന്ന ആയത്തുകൾ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, ഇന്ന ആയത്തുകൾ എന്റെ ജീവിതത്തിൽ ചില നന്മകൾ കൊണ്ടുവരാൻ പ്രേരണ നൽകി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയവരാണ്. പക്ഷെ ഏത് ആയത്താണ് നമ്മളെ സ്വാധീനിച്ചത്? എന്തുകൊണ്ട് സ്വാധീനിക്കുന്നില്ല? നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഖുർആൻ കേവലം ഓതിയാൽ മാത്രം പോരാ, എന്താണ് ഖുർആനിലുള്ളത് എന്ന് പഠിക്കണം. അത് പഠിക്കാൻ തയ്യാറാകുമ്പോൾ റബ്ബിനെ കുറിച്ച് നമ്മൾ അറിയും, പ്രവാചകനെ കുറിച്ച് നമ്മൾ അറിയും, എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് നമ്മൾ അറിയും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വേണ്ട, വിശുദ്ധ ഖുർആന്റെ വിശദീകരണം അത് യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന്, സോഴ്സിൽ നിന്ന് പഠിക്കാനും വായിക്കാനും നമ്മൾ തയ്യാറാകുക. എങ്കിൽ റബ്ബിനെ കുറിച്ച് എമ്പാടും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അവസരങ്ങൾ എമ്പാടും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ പള്ളി അള്ളാഹുവിന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കാനും അവന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും അവന്റെ പ്രവാചകനെ കുറിച്ച് അറിയാനുമുള്ള ഒരവസരമായി ഈ പള്ളിയെ സജീവമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹ് നൽകിയ വലിയ നിഅമത്താണ് പ്രിയമുള്ളവരെ, അവന്റെ തൗഹീദ് പഠിക്കാനുള്ള ഒരു ഭവനം ഈ നാട്ടിൽ നിന്ന് തന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ റബ്ബിന്റെ ചോദ്യം ഉറപ്പാണ്. അള്ളാഹുവിനെ കുറിച്ചറിയാൻ അള്ളാഹു നിനക്കൊരു ഭവനം നിന്റെ നാട്ടിൽ നൽകിയില്ലേ, എന്നിട്ട് എന്തേ നീ അവിടെ പോയിരുന്ന് പഠിക്കാഞ്ഞത്, എന്തേ നീ മനസ്സിലാക്കാൻ? റബ്ബിന്റെ ചോദ്യത്തിന് അവിടെ മറുപടി പറയണമെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ദീന് പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീനാ മിനൻ നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.